മക്കളെ, ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ ചിടിയ എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ് നോക്കുന്നത്. നമൂനെ കെ അനുസാർ വാക്യ ബനായേം എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ തന്നിരിക്കുന്ന മാതൃക അനുസരിച്ച് എഴുതാനാണ് പറഞ്ഞത്. ചിടിയ ചിപ്കർ ഗാത്തി ഹെ എന്നാണ് ഇവിടെ ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അത് എഴുതാനുള്ള സൂചനയാണ് ചിപ്കർ ഗാന. കണ്ടോ, ചിപ്കർ ഗാന. അതേപോലത്തെ ചിപ്കർ എന്നൊക്കെ ഇതിലുണ്ടാവും. കണ്ടോ, ചിപ്കർ ഗാന എന്നുള്ള എന്തായി, ഗാത്തി ഹെ എന്നായി. ഗാന എന്നുള്ളത് എന്തായി മാറി, ഗാത്തി ഹെ. എന്താണ് ഗാന ആയി മാറിയത്, ഗാത്തി ഹെ ആയി മാറി. ചിടിയ എന്നിവിടെ ഉണ്ട്. എല്ലാതും നിങ്ങൾ ഇതൊക്കെ എഴുതുന്ന സമയത്തും ചിടിയ എന്ന് ചേർക്കുക. ഇവിടെ ബാക്കി 3 ഇതൊന്ന് എഴുതി കാണിച്ചല്ലോ അല്ലേ. ഇനി ബാക്കി 3 അത് അവിടെ എഴുതാനുണ്ട്. ആ 3 എഴുതുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് എന്ത് എഴുതണം, ചിടിയ എന്ന് എഴുതണം. പിന്നെ ചിപ്കർ ഗാത്തി ഇവിടെ ഉള്ളതാണ്, അത് ചിപ്കർ ഗാത്തി. ഇത് എഴുതുമ്പോഴോ പാസിന്ന ആത്തി, ആന എന്നുള്ള എന്തായി, ആത്തി എന്നായി. മനസ്സിലായോ? എല്ലായിടത്തും രണ്ടാമത് ഈ ലാസ്റ്റിൽ തീ കൊടുക്കുക, ഇവിടെയും തീ കൊടുക്കുക. മനസ്സിലായില്ലേ? ഫസ്റ്റിൽ എന്ത് ചേർക്കുക, ചിടിയാന്നും ചേർക്കുക. അത്ര പണിയുള്ളൂ. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. ചിടിയ പാസിന്ന ആത്തി ഹെ. കണ്ടോ, ചിടിയ പാസിന്ന ആത്തി ഹെ. ഇനി അടുത്തത് നോക്കാം. चिड़िया जड़ उड़ जाती है. चिड़िया जड़ उड़ जाती है. ഇനി അടുത്തത് നോക്കാം. ചിടിയ ദാന ഗാത്തി ഹെ. കണ്ടോ, ദാന ഗാന എന്നാണ് ഇവിടെ ഉള്ളത്. ചിടിയ നമ്മളോട് ഫസ്റ്റ് തന്നെ എഴുതാൻ പറഞ്ഞു, ഇതിലുള്ള പോലെ ചിടിയ എന്ന് എഴുതി. പിന്നെ ഇവിടുന്ന് ദാന ഗാന എന്നുള്ളത് ഞാ എന്താക്കാൻ പറഞ്ഞു, തീ എന്നാക്കാൻ പറഞ്ഞു അല്ലേ. അപ്പം ദാന കഴിഞ്ഞിട്ട് ഗാ കഴിഞ്ഞിട്ട് എന്ത് എഴുതി, തീ എന്ന് എഴുതി. പിന്നെ ഹെ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണിത്. ഇനി അടുത്തത് നോക്കാം. സമാനാർത്ഥ ടൂണ്ടേ പത്തേ ബരേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമാനാർത്ഥം നോക്കിയിട്ട് ഇതിൽ ജൽദി എന്നാൽ പെട്ടെന്ന് എന്നാണ് അർത്ഥം. ഈ ഇലകൾ നിറയ്ക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. ഈ ഇല നിറയെ എഴുതിയിട്ടില്ല അല്ലെ, എവിടെയൊക്കെ എഴുതാൻ ബാക്കിയുണ്ട് അവിടെ നിങ്ങൾ എഴുതണം. എങ്ങനെയാണ് എഴുതേണ്ടത്, ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ആ പെട്ടെന്ന് എന്ന് നമ്മൾ കവിതയിൽ അതേ അർത്ഥത്തിലൊരു വേർഡ് പഠിച്ചിട്ടുണ്ട്, ജൽദി. അത് ആ പെട്ടെന്ന് എന്നർത്ഥം വരുന്നത് അതേതായിരുന്നു ആ ശബ്ദമാണ് ചെട് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ചെട് കണ്ടാ, എന്താണ് ഒന്നാമത്തെ ആൻസർ, ചെട്. ചെടാണ് ഒന്നാമത്തെ. ജൽദി എന്നതിൻ്റെ ആൻസർ എന്താണ്, ചെട്. രണ്ടാമത്തത് കാണിച്ചിരിക്കുന്നത് പങ്കാണ്. പങ്കിന് നമ്മളിതിൽ പഠിച്ചത് എന്താണ്, പർ എന്നാണ് നമ്മളിതിൽ പങ്കിന് പഠിച്ചിരിക്കുന്നത് അല്ലേ. പർ കണ്ടോ, പങ്കിന് നമ്മൾ എന്താ പഠിച്ചത്, പർ എന്നാണ് കവിതയിൽ പഠിച്ചത്. അടുത്തത് എന്താണ്, ഡാലി. ഡാലി പറഞ്ഞാൽ മരച്ചില്ല. ഫുനുഗി, മരച്ചിലേക്ക് നമ്മൾ പിന്നെ ഈ കവിതയിൽ പഠിച്ചത് എന്താണ്, ഫുനുഗി എന്നാണ് നമ്മൾ ഈ കവിതയിൽ മരച്ചിലേക്ക് പഠിച്ചിരിക്കുന്നത്. അടുത്തത് പക്ഷിയാണ്. പക്ഷിക്ക് എന്താണ് പഠിച്ചിരിക്കുന്നത്, ചിടിയ എന്നാണ് പഠിച്ചിരിക്കുന്നത്. അടുത്തത് അനോക്ക, വിചിത്രമായ, അതുല്യമായ, നിരാല. എന്താണ്, നിരാല എന്നാണ് നമ്മൾ അതിന് പഠിച്ചിരിക്കുന്നത്. ആകാശം എന്നതിന് കവിതയിൽ എന്താ പഠിച്ചിരിക്കുന്നത്, ആസമാൻ. ഓക്കെ, ആസമാൻ എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കവിതയിൽ പഠിച്ച കാര്യങ്ങളാണ് ഇവിടേക്ക് എഴുതുന്നത്. ഇനി അടുത്ത വർക്ക് നോക്കാം. चिड़िया एक डाली से दूसरी डाली पर उड़ जाती है. चिड़िया एक डाली से दूसरी डाली पर उड़ जाती है. പക്ഷി ഒരു മരച്ചില്ലയിൽ നിന്നും മറ്റൊരു മരച്ചില്ലയിലേക്ക് പറന്നു പോകുന്നു. ഈ അർത്ഥം വരുന്ന വരിയാണ് നമ്മളോട് കണ്ടെത്തി എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ചിടിയ ലോഗോ കെ പാസ് നഹീം ആത്തി ഹെ. പക്ഷി ആളുകളുടെ അടുത്തേക്ക് വരുന്നില്ല എന്നുള്ള അർത്ഥം വരുന്ന വരി. എത്ര വിളിച്ചാലും അരികിൽ വരാതെ ഓടിപ്പോകുന്ന പക്ഷി, നമ്മൾ കവിതയിൽ പഠിച്ചിട്ടുണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ ചിടിയ പത്തോമേ ചിപ്കർ ഗാത്തി ഹെ. അടുത്തെന്താണ്, പക്ഷി ഇലകളിൽ ഒളിച്ചിരുന്ന് പാടുന്നു. ഈ അർത്ഥം വരുന്ന വരികൾ നമ്മൾ കണ്ടെത്തണം. മനസ്സിലായോ? ചിപ്കർ ഗാനേ വാലി ചിടിയ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇനി അടുത്തത് ചിടിയ ദാന ഗാക്കർ ജൽദി ഉഡ് ജാത്തി ഹെ. പക്ഷി ധാന്യങ്ങളെല്ലാം ഭക്ഷിച്ചിട്ട് പെട്ടെന്ന് പറന്നു പോകുന്നു.
ഈ 4 എണ്ണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കവിതയിലുള്ള വരികളാണിത്. ആ വരികളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം ഏതൊക്കെയാണ് ആ വരികൾ എന്നത്. ഒന്നാമത്തേതാണ് ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉഡ് ജാനെ വാലി ചിടിയ. ഈ രണ്ട് വരിയാണ് ഒന്നാമത്തേൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഒന്നാമത്തേൻ്റെ ആൻസറായിട്ട് വരുന്ന ഏതാണ്? ഈ 2 വരി. ഈ തന്നിരിക്കുന്ന ഈ ഫസ്റ്റ് 2 വരി കേട്ടോ. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ. പിന്നെ രണ്ടാമത്തെ അതിൻ്റെ തൊട്ടടുത്തുള്ള 2 വരിയാണ്. ലാക്ക് ബുലാവും ലേക്കിൻ മേരെ പാസ് ന ആനേവാലി ചിടിയ. രണ്ടാമത്തത് എത്ര വിളിച്ചാലും അടുത്തേക്ക് വരാത്ത പക്ഷി, ആളുകളുടെ അടുത്തേക്ക് വരാത്ത പക്ഷി. ഓക്കെ, അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ ഒളിച്ചിരുന്ന് പാടുന്ന പക്ഷി എന്നല്ല പറഞ്ഞത്, ഏതാ? ചിപ്കർ ഗാനേവാലി ചിടിയ. ഇതാണ് മൂന്നാമത്തത്. ഇൻ പത്തോമേ ചിപ്കർ ഗാനേവാലി ചിടിയ, മൂന്നാമത്തേൻ്റെ ആൻസർ. ഓക്കെ, അടുത്തത് നാലാമത്തത് ദാനാഗാക്കർ പർ ഫടുക്കാക്കർ ചിഡ് ഉഡ് ജാനെ വാലി ചിടിയ, നാലാമത്തത്. ഓക്കെ, അത്രയാണ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന വരികൾക്ക് അല്ല അർത്ഥങ്ങൾക്ക് നമ്മൾ കവിതയിൽ നിന്നും വരികൾ കണ്ടെത്തേണ്ടത്. 4 വരികൾ 4 എണ്ണം നമ്മൾ കണ്ടെത്തി. ചിടിയ ചിപ്കർ ഗാത്തി എന്നുള്ളത് നമ്മൾ നമ്മൾ അതല്ലല്ലോ നോക്കിയത് അല്ലേ, മാറിപ്പോയതാണ്. സോറി. ഇത് ഇതാണ് നമ്മളതിൻ്റെ. അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടേക്ക് നിങ്ങൾ എഴുതിയെടുക്കുക. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഇവിടേക്ക് എഴുതി വെക്കുക. അപ്പോൾ അത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് കവിതാസെ ചുനുക്കർ ലിഖിയേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടനെ വാലി, അതുപോലെ തന്നെ നമ്മൾക്ക് കവിതയിൽ ഉടനെ വാലി, ഗാനേ വാലി, ഡർനെ വാലി, സിൽനെ വാലി, അങ്ങനെ നമ്മൾ കുറേ വാലി പഠിച്ചിട്ടുണ്ടല്ലേ കവിതയിൽ. അപ്പം നമ്മൾ ഉടനെ വാലി കഴിഞ്ഞിട്ട് പിന്നെ ജാനേ വാലി പഠിച്ചിട്ടുണ്ട്, ആനേ വാലി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഉടനെ വാലി, ഗാനേ വാലി, ജാനേ വാലി, ആനേ വാലി, ഇതൊക്കെ നമ്മൾ കവിതയിൽ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. അടുത്തത് എന്താണ്? ഗാനേ വാലി. അപ്പം അത്രയാണ് നമ്മൾ ഈ കവിതയിലുള്ള വാലി വരുന്നത്. വാലി എന്ന് വരുന്നത് കവിതയിൽ അത്രയാണല്ലോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഊപ്പർ കെ നമൂനയ്ക്ക് അനുസാർ ശബ്ദബനായേ, മുകളിൽ തന്നിരിക്കുന്ന മാതൃക അനുസരിച്ചിട്ട് അതുപോലെയുള്ള ശബ്ദം ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അതിന് ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. പി, ദേക്ക്, ബീഗ്, കർ, അത്രയും തന്നിട്ടുണ്ട്. അതിന് നമ്മൾ മുകളിൽ കാണിച്ചതുപോലെ വാലി ചേർത്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പം അത് നോക്കാം. പീനേ വാലി, കണ്ടോ? പീനേ വാലി, പി തന്നിട്ടുണ്ട്, പീനേ വാലി. അടുത്തത് ദേക്കിനെ വാലി, ദേക്ക് തന്നിട്ടുണ്ട്, അതിനെ ദേക്കിനെ വാലി എന്നാക്കി മാറ്റി, ദേക്കിനെ വാലി. അടുത്തത് ബീക്ക് തന്നിട്ടുണ്ട്, ബീക്കിനെ വാലി, ബീക്കിനെ വാലി. കർനെ വാലി. ഓക്കെ, അത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ഉള്ളത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. എന്താണ് അറിയോ? കവിത എഴുതാനാണ്. കവിത. നീലെ ആസമാൻ മേ ഉദരി നീലി ഏക്ക് നിരാലി ചിടിയ, അത്തി ഉടനെ വാലി ചിടിയ, ഉടുത്തി ഗാനേ വാലി ചിടിയ. കവിത എഴുതാനാണ്. കവിതയ്ക്ക് നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് സഹായകമായിട്ട് കുറച്ച് സെൻറ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? കവിതയുടെ വരികളാക്കിയിട്ട് മാറ്റണം. ഇവിടെ തന്നിരിക്കുന്നതിന് ഗോസല ബനാന സൂചനയായിട്ട് ഇവിടെ തന്നിരിക്കുകയാണ്. പാനി പീന, പ്യാർ കർന, ബാരിഷ് മേ ബീഗ്ന, ഇതൊക്കെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ കവിത എഴുതാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ വരികൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഗോസല ബനാനേ വാലി ചിടിയ, ഗോസല ബനാന എന്നുണ്ടല്ലേ, ബനാനേ വാലി ചിടിയ. പാനി പീനേ വാലി ചിടിയ, പ്യാർ കർനെ വാലി ചിടിയ, ബാരിഷ് മേ ബീഗ്നെ വാലി ചിടിയ. കണ്ടോ? വളരെ സുഖകരമായിട്ട് നമുക്ക് ആ വരികൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം അതുപോലെ നിങ്ങൾ വരികൾ തയ്യാറാക്കാം. അപ്പം നമ്മുടെ ആക്ടിവിറ്റിയുടെ ക്ലാസ് ഇത്രയാണുള്ളത്. എല്ലാവരും ക്ലാസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. ഓക്കെ.